ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ജനുവരി 26 പോയ ടൂറിൻ്റെ വ്ളോഗ് വരുന്നത് ഇപ്പോൾ ഏപ്രിലാണ്. അതായത് അത്രക്കും ടൈമിന് ശേഷമാണ് വരുന്നത്. ഇത് ഡേ ടു ഡേ വ്ളോഗാണ്. അതായത് ഊട്ടിയിലെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ എത്തിയത് എവിടെ വരെ ആയിരുന്നു? നമ്മൾ വയനാടൊക്കെ ചുറ്റിക്കറങ്ങി ഊട്ടിയിലേക്ക് എത്തിയത് വരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഞാൻ ചെകുത്താണ്ടി കടലിൻ്റെയൊക്കെ നടുക്ക് പെട്ട അവസ്ഥ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ഇപ്പോൾ തന്നെ പോയിട്ട് ആ വീഡിയോ കാണേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ ഹോട്ടൽ ബ്ലൂ ഹിൽസിൽ എത്തുകയും നമ്മുടെ റൂമിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു മിസ്റ്റേക്കാണ് റൂം നമ്പർ 5 അല്ല, റൂം നമ്പർ 105 ആയിരുന്നു. പിന്നെ ഈ ഡോർ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞിട്ടും എനിക്ക് നല്ലോണം തുറക്കാൻ അറിയാമെന്ന് പറഞ്ഞ് കാർത്തിക് ഈ ഡോർ തുറക്കാൻ വേണ്ടി നല്ലോണം പരിശ്രമിച്ചു. ലാസ്റ്റ് ഞാൻ തന്നെ ആ ഡോർ തുറന്നു കൊടുക്കേണ്ടിയും വന്നു. പിന്നെ ആ വീഡിയോ ഒന്നും അവരും എടുത്താന്നിട്ടില്ല. പിന്നെ കാർത്തിക്കും അലോകും കൂടി ബെഡ് കണ്ടപ്പോൾ ബെഡിലേക്ക് ഒറ്റച്ചാട്ടം. പിന്നെ റൂമിന്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ രാവിലെയാണ്, രാത്രി എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ശരിക്കുമുള്ള ലുക്ക് കാണിക്കൽ അവർ തുള്ളുന്ന വീഡിയോ നോക്കിയാൽ മതി, കാണാം. അങ്ങനെ ഫുഡ് കഴിക്കാനായി നമ്മൾ ഹോട്ടൽ ബ്ലൂ ഹിൽസിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തു വെച്ച ഒരു റീസൺ ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഫുഡിനായി നമുക്കുള്ള ഗീ റൈസും പിന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചതെന്ന്. പിന്നെ എല്ലാവരും ഉറങ്ങാൻ പോയി. നമ്മൾ ഊട്ടി പോകുമ്പോൾ 11 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. പിറ്റേ ദിവസം തന്നെ അവിടെ 9 ഡിഗ്രി ആയിരുന്നു. നല്ല അവസ്ഥ. പിന്നെ രാവിലെ എല്ലാവരും എഴുന്നേറ്റു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളവിടെ ഉണ്ടാകുമ്പോൾ ഈ ടെമ്പറേച്ചർ ആയിരുന്നു. കുറച്ചും കൂടി തണുത്ത വിറക്കായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തന്നെ ആയിരിക്കും ആ ഹോട്ടലിൽ ഫസ്റ്റ് തന്നെ എഴുന്നേറ്റത് കറക്റ്റ് 3 മണിക്ക്. പിന്നെ അനന്തശയനത്തിൽ എൻ്റെ സൈഡിൽ കിടക്കുന്ന അലോക് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് കരുതരുത്. പിന്നെ രാവിലെ തന്നെ എല്ലാവരുടെയും കൂടി ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കുറച്ച് ആൾക്കാരെ. ഈ ഫസ്റ്റ് കാണുന്ന അദ്രിനാഥ്, സെക്കൻഡ് കാണുന്ന ഇഷാൻ. ഞാൻ പിന്നെ വരുന്ന വഴിക്ക് ഹോട്ടലിൻ്റെ ഒരു ഫോട്ടോ എടുത്തു, ഹോട്ടൽ ബ്ലൂ ഹിൽസിൻ്റെ. പിന്നെ ഞാൻ അവിടുത്തെ ഓരോരോ ഫോട്ടോകളായി എടുക്കാൻ തുടങ്ങി. പിന്നെ അലോക് എന്നോട് പറയുകയായിരുന്നു അവിടുത്തെ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഫോട്ടോ എടുക്കുക. ക്ലോക്ക് ടവറിൻ്റെ ഫോട്ടോ എടുത്ത കോലം നിങ്ങളൊന്ന് കണ്ടോക്കി. ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേക്ക് ഇതെന്തെന്നാണെന്ന്. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായി പോയി. പിന്നെ രാത്രി 3 മണി മുതൽ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫുഡിനായി പുട്ടും പിന്നെ പത്തിലും പിന്നെ കറിയായിട്ട് കടലയും പിന്നെ വേറെ എന്തോ ഒരു കറിയായിരുന്നു ഉണ്ട്. ആ കറീൻ്റെ പേരെനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളെ പേരാണ് ദിയ. പിന്നെ ഞാൻ ഇതായിരുന്നു കൊടുത്തത്, പത്തിലും പിന്നെ കടലയും പിന്നെ വേറെ എന്തോ കറി, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നേരെ റൂമിൽ പോയി. പിന്നെ റൂമിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. റൂമിൻ്റെ ഒരു ലുക്ക് കാണണമല്ലോ, അത് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോ. ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല. ഇതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ പറഞ്ഞ വാക്ക് എനിക്കറിയില്ല. പിന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പിന്നെയും ബസ്സിലേക്ക് കയറി. പിന്നെ അവിടുന്ന് വിട പറഞ്ഞു എന്നാണ് കരുതിയത്. പിന്നെ അലോകിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിക്കരുത്. പിന്നെ നമ്മൾ അവിടുന്ന് വിട്ടതിന് ശേഷം നേരെ ടീ ഫാക്ടറിയിലായിരുന്നു പോയിരുന്നത്. പിന്നെ അവിടുന്ന് പോകുമ്പോൾ അവിടുന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ഫോൺ പുറത്തിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അയാളൊന്നും പറയാത്തത് എൻ്റെ ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ഞാനും അലോകും തമ്മിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് അലോക് എന്നോട് പറഞ്ഞതായിരുന്നു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആക്കിക്കോ എന്ന്. ഞാൻ പറഞ്ഞു എല്ലാം കൂടി ഒന്നിലാക്കുന്നതായിരിക്കും നല്ലത് എന്ന്. പിന്നെ വീട്ടിലെത്തിയപ്പോഴല്ലേ മനസ്സിലാകുന്നത് 1 മണിക്കൂർ വീഡിയോ ആരെങ്കിലും കാണുമോ. അതുകൊണ്ടാണ് അലോക് പറഞ്ഞതുപോലെ ഞാൻ ലാസ്റ്റ് കേൾക്കേണ്ട വന്നു. താങ്ക് യു അലോക്. പിന്നെ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ഊട്ടിയിലെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് വീടുകൾ, ഈ വീടുകളാണ് നമ്മൾ നേരെ ഹോട്ടൽ ബ്ലൂ ഹിൽസിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ലൈറ്റ് കത്തി നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. ഇത് ഞാൻ രാത്രിയിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വീഡിയോയിലുണ്ട്. ഇതൊക്കെ കറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിനെക്കാട്ടും ഭംഗിയുണ്ടായിരുന്നു നമ്മൾ ഹോട്ടൽ ബ്ലൂ ഹിൽസിൽ നിന്ന് എടുത്ത വീഡിയോയിൽ കാണാൻ. പിന്നെ അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. പിന്നെ നമ്മൾ നേരെ ടീ ഫാക്ടറിയിലെത്തി. ടീ ഫാക്ടറി മാത്രമല്ല ചോക്ലേറ്റ് ഫാക്ടറിയും കൂടിയാണ്. പിന്നെ ഡോട്ടാബേറ്റേൻ്റെ ഈ ഒരു ബാൻഡേജ് എന്താ പറയുക, അതായത് ഈ സ്ട്രാപ്പ് കെട്ടിയിട്ടായിരുന്നു പോയിരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നടന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് കയറുകയായിരുന്നു. അതായത് ടീ ഫാക്ടറിയിലേക്ക് പോവേണ്ടത്. ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ എൻട്രിയിലേക്കായിരുന്നു കയറിയത്. പിന്നെ ഒറ്റയ്ക്ക് പോകുന്ന സയൻസാർ. യാത്രകൾ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ തരും. യാത്രകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. ജീവിതത്തിൽ ഓരോ അറിവുകളും യാത്രകൾ തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ക്യൂവിൽ നിന്നു. പിന്നെ ഇതാണ് സയൻസാർ. ടീ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി.
പിന്നെ അവിടുന്ന് ടീ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ടീ മ്യൂസിയത്തിലായിരുന്നു ഫസ്റ്റ് പോയത്. ടീ മ്യൂസിയം എന്ന് പറയുമ്പോൾ ഞാൻ കരുതി ടീയുടെ ഓരോരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. പക്ഷെ ഒന്നുമല്ല. അതായത് ടീ എങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെയുള്ള കുറേ സ്റ്റോറീസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചതായിരുന്നു ടീ മ്യൂസിയം എന്ന് പറഞ്ഞത്. അതായത് പണ്ട് കാലത്ത് ചൈനയിൽ എങ്ങനെയാണ് ടീ ഉണ്ടാക്കിയത്, അവർ എങ്ങനെയായിരുന്നു അതിനെ ഫസ്റ്റ് കണ്ടുപിടിച്ചതെന്നും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഞാനത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഇത് കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഓരോ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയത്. പിന്നെ ടീ ലീവ്സിനെ പൊടിക്കുന്ന പ്രോസസ്സും പിന്നെ അവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഈ വ്യൂ ഒന്ന് കണ്ടു നോക്കി ഫുൾ ഊട്ടി ഇതിൽ കാണാൻ തോന്നും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, മീൻസ് അവിടുന്ന് പുറത്തിറങ്ങി എന്നതല്ല, അവിടുത്തെ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഇത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടു. ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നതും പിന്നെ ഈ ഏലക്ക പിന്നെ ജിഞ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊടിച്ചെടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ നടന്നു നീങ്ങി. അപ്പോൾ നമ്മൾ ഓരോരോ മെഷീൻസായി കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഏലയ്ക്ക എന്നത് നമ്മൾ കണ്ണൂർ പറയുന്നതാണ്. ശരിക്കും കാർഡമം എന്നതാണ് അതിൻ്റെ ശരിക്കുമുള്ള പേര്. നിങ്ങളുടെ ജില്ലയിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഏലം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. പിന്നെ അവിടുന്ന് ജിഞ്ചർ അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങൾക്ക് പൊടിക്കുന്നുണ്ട്. ഞാൻ പേര് മാറ്റി പറയുന്നത് കേരളത്തെ പല സൈഡിലും പല പേരുകളായിരിക്കും ഇതിനോരോന്നിനും. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ചായ. പിന്നെ ചായപ്പൊടിയൊക്കെ വാങ്ങി കുറേ ആൾക്കാർ പോകുന്നത് കണ്ടു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചായകളാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ബസ് പഠിക്കൽ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയി. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് നമുക്ക് തന്നിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ മാത്രം, അതായത് നമ്മൾ വാങ്ങണ്ടേ, അവർക്ക് അറിയിക്കണമല്ലോ ഇതൊക്കെ എങ്ങനെയാണുള്ളതെന്ന്. പിന്നെ കിട്ടിയ ചോക്ലേറ്റ് കൊണ്ട് ഞാൻ മെല്ലെ പോകുമ്പോൾ ഒരു ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വീണു താഴെ കിടക്കുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് നടന്നു. പിന്നെ ബാക്കിയുള്ളതും അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായി വീണു. അങ്ങനെ ഒരു ചോക്ലേറ്റ് മാത്രം കിട്ടി, അതൊരു ഡാർക്ക് ചോക്ലേറ്റ്. ഇവിടെ തുപ്പാണ് സ്ഥലമില്ല എന്നുള്ളത് കൊണ്ട് കഷ്ടിച്ചത് ഓർക്കേണ്ട വന്നു, കയ്പ്പായിരുന്നു. പിന്നെ കുറേ ആൾക്കാരോട് ചോക്ലേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞ് ഓരോരോ ചോക്ലേറ്റ് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് മാത്രം വാങ്ങി പോവുകയായിരുന്നു. കാരണം എനിക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് തീരെ ഇഷ്ടമല്ല. പിന്നെ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആകെ ഡയറി മിൽക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കേ. അനക്ക് സമാധാനം. നിനക്ക് ആ വീഡിയോ എടുത്തിട്ട് എന്ത് കിട്ടാനാ? സമാധാനം. പിന്നെ ഇവിടുന്ന് ഞാനൊരു സാധനം വാങ്ങിയിരുന്നു. ഇതാണ്. പിന്നെ അദ്വിക്ക് വേണ്ടി ഒരു ടോയ് കാർ വാങ്ങി. പിന്നെ വേറെ എന്തോ വാങ്ങിയിരുന്നു. പിന്നെ നമ്മൾ നേരെ ബോട്ടിങ്ങിനായിരുന്നു പോയിരുന്നത്. പിന്നെ ബസ് എന്നുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ റോഡ് ഫുള്ള് കുതിരയുടെ, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും കുതിരയുടെ എന്നായിരിക്കും എന്ന്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ടൂറിസം ബോട്ട് ഹൗസ് ഊട്ടിയിലേക്ക് എത്തി. അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് റൈഡിങ്ങിന് പോയത്. അവിടെ ഒരു ലേക്കാണ്, പുഴയല്ല. പിന്നെ നമ്മൾ എൻട്രി ചെയ്തു. അങ്ങനെ നമ്മൾ കയറി. പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു അത്. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു ബോട്ടിന് വേണ്ടി. പിന്നെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് മതിയായത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഐ ലവ് ഊട്ടി എന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ട് ബാക്കി അത് മാത്രം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ബോട്ടിൽ പോയിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ ബോട്ടിലിരുന്നു. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അതായത് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കിട്ടിയിരുന്നു, എനിക്ക് മാത്രം ആദ്യം കിട്ടിയിരുന്നില്ല. പിന്നെ സാർ തേടി കണ്ടുപിടിച്ച് വേറെ ഒന്നും കൊണ്ടുവരേണ്ട വന്നു. പിന്നെ അങ്ങനെ ബോട്ട് പുറപ്പെട്ടു. അങ്ങനെ ബോട്ടിൽ നിന്ന് നമ്മൾ ഓരോരോ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടുവന്നു. അവിടെ ഓരോരോ സാധനങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടക്കൂട്ട് ഇവർ പറഞ്ഞു എന്താ നിങ്ങളൊന്ന് കേട്ടോക്കി. ഒന്നുമല്ല, ആദിലേന്ന് വിളിച്ച് പേടിപ്പിച്ചിട്ടൊന്ന് നോക്കിപ്പിച്ചതാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ബോട്ടിൻ്റെ ഒക്കെ വീഡിയോ സയൻസ് സാറാണ് എടുത്തത്. ആ സൈഡിൽ നോക്കിയിട്ട് എന്നെ കാണാം, ഞാൻ സയൻസ് സാറ് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല. അതൊക്കെ അതിൻ്റെ ഹായ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതും സയൻസ് സാർ തന്നെയാണ് വീഡിയോ എടുത്തത്. ഈ ബോട്ടും നമ്മുടെ ബോട്ടും തമ്മിൽ റേസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് 2 ഫോട്ടോ എടുത്ത് നമ്മൾ നേരെ ഇറങ്ങുകയായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന കുറച്ച് കുതിരകളില്ലേ, ഈ കുതിരകളാണ് ഇവിടുത്തെ റോഡുകളിൽ നല്ല മനോഹരമായ ആർട്ട് വർക്ക് ചെയ്യുന്ന നല്ല ആൾക്കാർ. പിന്നെ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്തു. ഒരു ബാഗാണ് വാങ്ങിയത് എൻ്റെ അമ്മക്കൊരു ഗിഫ്റ്റായിട്ട്. പിന്നെ ഫുഡ് കഴിക്കാനായി നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി. ഇതായിരുന്നു ഫുഡ്. പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി.
പിന്നെ 1 കിലോമീറ്ററോളം നടന്നു എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം അത്രയും നടന്നിട്ടാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് അങ്ങനെ നടന്നാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ടിക്കറ്റും മുറിച്ച് നമ്മൾ അവിടേക്ക് കയറി. പിന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു നമുക്ക് തന്നത്. അതായത് കുറേ കുട്ടികളെ കുറേ ഗ്രൂപ്പായിരുന്നു നമുക്ക് നോക്കാൻ തന്നു. അതായത് ഓരോ വഴിയിൽ പോകുമ്പോൾ വഴിതെറ്റി പോകാൻ പാടില്ലല്ലോ. കുറേ സ്ഥലം വരുന്ന സ്ഥലമല്ലേ ഇത്. അതായത് കുറേ ഏക്കർ ഭൂമി വരുന്ന സ്ഥലമല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു 50% പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഒന്നാമത് എൻ്റെ ഫോണിൽ ആകെ ബാറ്ററി പെർസെൻറ്റേജ് ഉള്ളത് 10%. പിന്നെ നിത്യക്ക് എടുത്തൊരു വീട് നിങ്ങളൊന്ന് നോക്കിയേ. അദ്രി അലോക് മുതലാളി. നിത്യക്കിന്റെ മനോഹരമായ വീഡിയോന് ശേഷം നമ്മൾ കുട്ടികളെ പരിപാലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഞാനും അലോകായിരുന്നു നോക്കിയത്. പിന്നെ ഗ്ലാസ് ഹൗസ് കാണാൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർ പറഞ്ഞു ഗ്ലാസ് ഹൗസ് എന്നത് വെറുതെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ചെടുന്നിട്ട് വെക്കുന്ന സംഭവമാണെന്ന്. എന്തോന്ന് പറയാൻ, ഗ്ലാസ് ഹൗസ് എന്താണെന്ന് സത്യത്തിൽ ഇവർക്കൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതുപോലത്തെ ഓരോരോ കൊത്തുപണികൾ ചെടിയിൽ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ചെടിയിൽ ഓരോരോ കൊത്തുപണികൾ നമ്മൾ കാണുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളെയും നോക്കി നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളാണ് കണ്ടത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു 50% പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഞാൻ ഒറ്റക്ക് ഓരോ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയുടെ മാപ്പ് കണ്ടോ നിങ്ങൾ, ഇവിടെ ചെടികൾ വെച്ചാക്കിയത്. പിന്നെ കേരളയുടെ മാപ്പ് ഉണ്ടായിരുന്നു. അതൊന്നും പിന്നെ എടുക്കാൻ എൻ്റെ ഫോണിൽ പിന്നെ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഞാനും അലോകും ഇവരെ കൂടെ നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഇവരാണെങ്കിൽ പുല്ലിലും മറ്റേ ചെടികളുടെ മേത്തൊക്കെ കയറി കളിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ നോക്കിയ പിള്ളേർ. ഇതാണ് ഹാത്തിം. പിന്നെ ഇതാണ് വിഹാനും ഹംദാനും. ഇവരുടെ പേര് മാത്രമേ എനിക്ക് അറിയൂ. പിന്നെ ഇവർ തന്നെയായിരുന്നു ഏറ്റവും നല്ല കുട്ടികളും. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ആനയുടെ എടുക്കുന്നതാണ് ഞാൻ ലാസ്റ്റത്തെ ഫോട്ടോ എൻ്റെ ഫോണിൽ എടുത്തത്. പിന്നെ ഇതാണ് തന്മയ. പിന്നെ തന്മയുടെ കൂടെയുള്ള ഫോട്ടോന് ശേഷം അലോകിൻ്റെ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നല്ല മനോഹരമായ ഫോട്ടോ ആണിത്. പിന്നെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഫോട്ടോ കൂടി നമ്മൾ എടുത്തു. പിന്നെ ഊട്ടിയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തിരുന്നു. അതായത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ലബൂബും ഹോട്ട് വീൽസ് പിന്നെ ഈ ഹെലികോപ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്നത്. പിന്നെ ഈ ബാഗ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഗീവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. എല്ലാവരും ശ്രമിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ഫയറിന് പോകേണ്ടതുകൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ ഫോണൊന്ന് ബസ്സൊന്ന് ചാർജ് ചെയ്തു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഫോണിലാകെ 2% ചാർജ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹനിയെ കൊണ്ട് വ്ളോഗ് ഏൽപ്പിച്ചു. അപ്പോൾ ഗായ്സ് ഇവിടെയുള്ള ആർക്കും വൈബില്ല. ആരും കളിക്കുന്നില്ല. ആരും കളിക്കുന്ന എല്ലാം മക്കളാണ്. പാട്ടൊക്കെ എല്ലാവരും തീൻ്റെ അടുത്താണ് ഗൈസ്. ഞാൻ കളിക്കുന്നില്ല. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടൽ ബ്ലൂ ഹിൽസിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ അവിടുന്ന് കഴിച്ചത് പൊറോട്ടയും പിന്നെ ചിക്കൻ ചില്ലിയും ആയിരുന്നു. ഇതാണ് ഹോട്ടൽ ബ്ലൂ ഹിൽസിന്റെ ബാക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ. പിന്നെ നമ്മൾ കോടമഞ്ഞിന്റെ ഇടയിലൂടെ നമ്മൾ നേരെ പാനൂരേക്ക് തിരിച്ചു മടങ്ങി, അതായത് നമ്മുടെ സ്കൂളിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.